ഹലോ. അപ്പോൾ ഇന്നാണ് നമ്മുടെ കുമ്പോടം കേട്ടോ. അപ്പോൾ കുമ്പോടത്തിൻ്റെ പൊന്നുകുട്ടിക്ക് കുമ്പോടം ഉണ്ട്. കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് അറിയാമല്ലോ. ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസൊന്നും ഇടാത്തതുകൊണ്ട് അധികം ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, നോട്ടിഫിക്കേഷനൊന്നും ചെല്ലുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് വീഡിയോസിൽ വ്യൂ കുറവാണ്. എങ്കിലും സാരമില്ല, നമ്മുടെ സന്തോഷം നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് രാവിലെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പൊന്നുകുട്ടിയും കുഞ്ഞുമക്കളെല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ അണ്ണന്മാരാണ്, നമ്മുടെ ബന്ധുക്കളാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ബന്ധുക്കളാണ്, അണ്ണന്മാരും ചിറ്റപ്പന്മാരും അങ്ങനെ അവരുടെ മക്കളും എല്ലാവരുമാണ് കേട്ടോ. ബന്ധുക്കളാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചേർത്തല സമുദായത്തിൽ നിന്നാണ് ഞങ്ങളിത് പോകുന്നത്. അപ്പോൾ ഈ രാകേഷിൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇവരെല്ലാവരും. എൻ്റെ അമ്മയുടെ ഫാമിലിയിലുള്ളവരും ഉണ്ട് ഇതിനകത്ത്, ചില ആളുകളൊക്കെ ചേർത്തലയിലുള്ളവരുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ബന്ധുക്കളാണ്. അപ്പം മാമന്മാരുണ്ട് ഇതിനകത്ത്, ചിറ്റപ്പന്മാരുണ്ട്, പിന്നെ കുഞ്ഞുമക്കൾ അവരുടെയൊക്കെ മക്കൾസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചേർത്തലയിൽ നിന്ന് ഇത്തവണത്തെ കുമ്പോടം പൊന്നുകുട്ടീസ് എടുക്കുന്നുണ്ട്. പൊന്നുകുട്ടി ഇപ്പം 3 വർഷം അടുപ്പിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വർഷം പൊന്നുകുട്ടി എടുത്തപ്പോൾ ചെറിയ പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഈ മാലയും ചന്ദനമൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോൾ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. രണ്ടാമത്തെ തവണയും ചെറിയൊരു പ്രശ്നം ഉണ്ടായി, കുടം കാണാതെ പോയി ആ സമയം. പിന്നെ നമ്മുടെ കുടമൊക്കെ പ്രത്യേകം പൂജയൊക്കെ നടത്തി, ദേവിയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പ്രത്യേകം പൂജയൊക്കെ നടത്തിയിട്ടാണ് കേട്ടോ പൊന്നുകുട്ടീനെ കഴിഞ്ഞ വർഷവും നടന്നത്. ഇത്തവണ എന്തായാലും ദേവിയോട് നേരത്തെ പോയി കണ്ട് പ്രാർത്ഥിച്ച് ദേവിയുടെ അനുഗ്രഹം ദേവിയോട് ചോദിച്ചിട്ട് ദേവിയുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ഇത്തവണ എന്തായാലും നമ്മൾ കുമ്പോടം എടുത്തത് കേട്ടോ. അതുകൊണ്ടായിരിക്കാം നല്ല സന്തോഷമായിട്ട് പൊന്നുകുട്ടി അത്രയും ദൂരം നടക്കുകയൊക്കെ ചെയ്തു, ഹാപ്പി ആയിട്ട് നടന്നു. നല്ല ഇതായിരുന്നു കേട്ടോ ഇത്തവണത്തെ കുമ്പോടം. ആളും കൂടുതലായിരുന്നു കേട്ടോ. നമ്മുടെ 36 പേരെങ്ങാണ്ടുണ്ടായിരുന്നു, 32-36 പേരെങ്ങാണ്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ കുമ്പോടത്തിന് ഓളൊക്കെ കൂടുതലായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസും എടുത്ത് വെച്ച് നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാകും കേട്ടോ. ഇത്തവണ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. എന്തായാലും നല്ല സന്തോഷമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടാണ് കുമ്പോടം എടുത്തത്. എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് എല്ലാവരെയും ദേവി ഒരുപോലെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇതേ ഒരു കുഞ്ഞു മോൻ വരെ ഉണ്ടായിരുന്നു കേട്ടോ. തീരെ കുഞ്ഞു മോൻ വരെ കുടമെടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും ദേവി ഒരുപോലെ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത്ര നല്ല രീതിയിൽ ആർക്കും വലിയ ക്ഷീണമൊന്നും ഉണ്ടായില്ല. എനിക്ക് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഞാൻ ഇടയ്ക്ക് മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനൊക്കെ പോയായിരുന്നു, എൻ്റെ ബോഡി ഒന്ന് ഇതിനോട് സെറ്റാക്കാൻ വേണ്ടി. കാരണം ഡോക്ടർ എന്നോട് നേരത്തെ ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചായിരുന്നു, ഇതുപോലെ കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോ എല്ലാം നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന്. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് കേട്ടോ ചെറുതായിട്ട്. പിന്നെ മൈഗ്രെയിൻ പോലെ തലമരവിക്കുക, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ, തലവേദനയുടെയൊക്കെ ഒരാളായിട്ടിരിക്കുകയാണ് ഞാനപ്പോൾ. അപ്പം ഞാൻ എൻ്റെ ബോഡി വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഈ കുമ്പോടം ഇങ്ങോട്ട് അടുത്ത് ഒരു 2 ആഴ്ച ഞാൻ ഒന്നും ചെയ്തില്ല കേട്ടോ. ഒരു എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ യോഗയ്ക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം യോഗയിൽ അവിടുത്തെ വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കും. നമുക്ക് പ്രത്യേകം ഡോക്ടറാണ് യോഗയൊക്കെ ചെയ്യിക്കുന്നത്, സൂര്യ നമസ്കാരമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ ബോഡി ഒന്ന് സെറ്റായി വന്നതായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഒരു 2 വീക്കോളം ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യാതായിട്ട് എനിക്ക് ബോഡി പെയിനൊക്കെ, ബാക്ക് പെയിനൊക്കെ കൂടുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ കുമ്പോടം ഇറങ്ങി ആദ്യം ഒരു അമ്പലത്തിൽ കയറി, അതിനുശേഷം ചേർത്തല അമ്പലത്തിൽ വന്നു കേട്ടോ. ചേർത്തല അമ്പലത്തിൽ വന്ന് ദേവിക്ക് വലത്തിട്ടു. എല്ലാ വെള്ളിയാഴ്ച ദിവസം ഞാൻ പോകത്തില്ലായിരുന്നു ചേർത്തല അമ്മേനെ കാണാനായിട്ട്. ഇപ്പോൾ ഈ യോഗയ്ക്ക് പോകുക അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ എനിക്ക് ചേർത്തല അമ്പലത്തിൽ പോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ചേർത്തല അമ്പലത്തിൽ ഉത്സവമാണ്. പിന്നെ അറവാട്ടമ്മയുടെ അവിടെ ഉത്സവം, 2 അമ്മമാർക്കും അടുത്തടുത്താണ് കേട്ടോ ഉത്സവം. പൂരം നാൾ അങ്ങനെയാണ്. അപ്പോൾ അറവാട് പൂരം വരുന്നുണ്ട്. ഒരു ദിവസം അറവാട്ടമ്പലത്തിൽ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ചേർത്തല അമ്പലത്തിലും പൂരം വരുവാണ്, പടയണി. നല്ല രസമാട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ചേർത്തല അമ്പലം, കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ചേർത്തല അമ്പലത്തിലെ ആ ഒരു ഉത്സവവും കാര്യങ്ങളൊക്കെ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോസ് അങ്ങനെ ഇടുന്നില്ല. അതേ നമ്മുടെ പൊന്നുകുട്ടിയും പൊന്നുകുട്ടിയുടെ ഫ്രണ്ടായ കാത്തുക്കുട്ടി, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ ഈ കാത്തു എന്ന് പറഞ്ഞത്. അപ്പോൾ കാത്തുവും പൊന്നുകുട്ടിയും കൂടെ അവർ രണ്ടുപേരും കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ആ ഒരു 2 കുഞ്ഞുങ്ങളും ഭയങ്കര സ്നേഹമാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ച് രണ്ടുപേരും നടപ്പായിരുന്നു. കുടമൊക്കെ മാറ്റിയിട്ട് രണ്ടുപേരും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവരുടേതായ കുഞ്ഞു കുഞ്ഞു കഥകളും
വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൈ പിടിച്ച് നടപ്പായിരുന്നു കേട്ടോ കുറേ നേരം. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് നടന്നതും. ഇതിനകത്ത് പൊന്നുകുട്ടിയുടെ ഒരു കൂട്ടുകാരി കൂടി ഉണ്ട് കേട്ടോ. ആ കൂട്ടുകാരിനെ സത്യം പറഞ്ഞാൽ അവൾ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല. ഒരു കൊച്ചു കുട്ടി ഒരു പെറ്റിക്കോട്ട് ഇട്ടിട്ട് ഇവിടെ നടപ്പുണ്ട്. അത് പൊന്നുകുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കേട്ടോ. ആ കുട്ടീനെ അവൾ അത്രയും ശ്രദ്ധിച്ചില്ല. അവൾ കാത്തുക്കുട്ടിയുടെ കൂടെയുള്ള കളിയും ചിരിയും അവർ ഹാപ്പി ആയിട്ടാട്ടോ നടന്നത്. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ കുമ്പോടം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. എല്ലാവരും ദേവിയുടെ അനുഗ്രഹത്താലാണ് കേട്ടോ എല്ലാവരും സന്തോഷമായിട്ട് കുടമെടുക്കാൻ സാധിച്ചത്. അങ്ങനെ ഞാൻ കുമ്പോടത്തിൻ്റെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ഞാൻ എടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ ഞാൻ എല്ലാം ഇതിനകത്ത് കാണിക്കുന്നില്ല. അത് എൻ്റെ അച്ഛനും നിന്ന് തുള്ളുന്നുണ്ട് കേട്ടോ പൊന്നുകുട്ടിയുടെ കൂടെ. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ ഒരുപാട് സന്തോഷം. ഇനി സന്തോഷം മാത്രമല്ല സങ്കടവും ഉണ്ട്. കാരണം ഇനി നമ്മുടെ പൊന്നുകുട്ടി കുമ്പോടം എടുക്കുന്നില്ല കേട്ടോ. 3 വർഷം എടുത്തല്ലോ. 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എടുക്കരുതെന്നൊക്കെ ചിലർ പറയും എടുക്കാമെന്ന് പറയും. നമുക്കറിയില്ല. എന്തായാലും അടുപ്പിച്ച് 3 വർഷം ദേവിയുടെ അടുത്തോട്ട് കുടമെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇനി എന്തായാലും പൊന്നുകുട്ടീനെ കൊണ്ട് എടുപ്പിക്കില്ല. ഇനി നമുക്ക് നമ്മുടെ വേറൊരാൾ വളർന്നു വരുന്നുണ്ടല്ലോ, ആളെ കൊണ്ട് എടുപ്പിക്കാം. അടുത്ത വർഷം ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കണ്ണൻകുട്ടനെ കുടമെടുപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. കണ്ണൻകുട്ടൻ മടിയനാണ്, നടക്കാനൊക്കെ മടിയതേ. അച്ഛൻ്റെ മേളിൽ കയറി ഇരുന്ന് തുള്ളലായിരുന്നു. കണ്ണൻകുട്ടനെ ഓട്ടോയിൽ കയറ്റി വിട്ടു കേട്ടോ. രാജേഷൻ്റെ അമ്മയുടെ കൂടെ ഓട്ടോയിൽ കയറ്റി അമ്പലത്തിലോട്ട് പറഞ്ഞു വിട്ടു. അധികം നടക്കത്തില്ല, കുഞ്ഞല്ലേ, കുഞ്ഞു വാവയല്ലേ. ഞങ്ങളുടെ ഇപ്പോഴത്തെ കുഞ്ഞു വാവ നമ്മുടെ കണ്ണൻകുട്ടൻ കേട്ടോ. ഭയങ്കര കുട്ടിത്തം നിറഞ്ഞ ഒരാളാണ്. അപ്പോൾ അവനധികം നടക്കുകയൊന്നും ചെയ്യത്തില്ല. പിന്നെ എടുത്തുകൊണ്ട് നടക്കാനായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും പറ്റത്തില്ല. പൊന്നുകുട്ടീനെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ കണ്ണൻകുട്ടൻ അമ്പലത്തിൽ വന്ന് അച്ഛൻ്റെ തോളത്ത് കയറി ഇരുന്ന് തോണ്ടലും പിടുത്തമൊക്കെ ആട്ടോ. ഞാൻ അധികം ശ്രദ്ധിക്കാൻ പോയില്ല. ശ്രദ്ധിച്ചാൽ പിന്നെ എൻ്റെ മേത്തോട്ട് കയറാൻ വരും. എനിക്കാണെങ്കിൽ നല്ല ബാക്ക് പെയിൻ ഉണ്ട്. കാല് വേദനയൊന്നുമില്ല കേട്ടോ. എനിക്ക് നടക്കുന്നതിന് കാല് വേദന ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് പെയിൻ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ബാക്കിൽ ഭയങ്കര നടുവിന് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുക. പിന്നെ തലവേദന പിന്നെ എനിക്ക് കൊച്ചുനാൾ തൊട്ടേ എൻ്റെ കൂട്ടുകാരിയാണ്. ഇടയ്ക്കില്ലായിരുന്നു, ഇപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ദേവിയുടെ നടയിൽ നന്നായിട്ട് എല്ലാവരും കുമ്പോടമൊക്കെ തുള്ളിയിട്ടുണ്ട്. ഞാൻ ആ ഒരു കുമ്പോടത്തിൻ്റെ മേളമൊക്കെ ഞാനിങ്ങനെ ചെറിയ വോയിസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് സംസാരിക്കുകയും ചെയ്യണം, നിങ്ങളോട് പറയുകയും ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു കുമ്പോടത്തിൻ്റെ ഫീലിങ്ങും കിട്ടണമല്ലോ. അതിനെല്ലാം കൂടി ഞാൻ ആ ഒരു രീതിയിലാണ് കേട്ടോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ കുമ്പോടമൊക്കെ കഴിഞ്ഞ് ദേവിയുടെ അഭിഷേകമൊക്കെ നല്ല രീതിയിൽ കണ്ടു കേട്ടോ. അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ഇവിടെ വന്ന് എല്ലാ വർഷവും കുറേ നേരം ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ കടുംപായസം കിട്ടി കേട്ടോ കുറച്ച്. അങ്ങനെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടി അവരുടെ ചേട്ടൻ്റെ കൂടെ, ഞങ്ങളുടെ ഫാമിലിയിലെ മൂത്ത ആളാണ് കേട്ടോ അവിടെ ഇരിക്കുന്ന, കണ്ണൻകുട്ടൻ്റെയും പൊന്നുകുട്ടിയുടെയും കൂടി ഇരിക്കുന്ന അപ്പു. അപ്പോൾ അപ്പൂസുമായിട്ടിരുന്ന് ഇവരിരുന്ന് അപ്പുക്കുട്ടനുമായിട്ടിരുന്ന് പായസമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.